പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ബന്ദിപ്പൂരിലേക്കുള്ള വനയാത്രയിലാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 800 ചതുരസ് ചതുരശ്ര സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു വനമേഖലയാണ്. ഈ വനമേഖല എന്ന് പറയുമ്പോൾ മുത്തങ്ങ, അതായത് വയനാടിൻ്റെ കേരളത്തിൻ്റെ ഭാഗം, അതുപോലെ തമിഴ്നാടിൻ്റെ മുതുമല, പിന്നെ അതുപോലെ തന്നെ കബിനി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കർണാടകയുടെ അതിരിട്ട് കിടക്കുന്ന ഒരു വലിയ ഒരു ബയോഡൈവേഴ്സിറ്റിയാണ്, ഒരു വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഉള്ളത്. ഇത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 85-86 കിലോമീറ്റർ ദൂരെയാണുള്ളത്. ഇതിനകത്ത് ഏകദേശം 1000-ലധികം ആനകൾ, 100-200ഓളം ബംഗാൾ ടൈഗർ, പിന്നെ നിരവധി മൃഗങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. നിരവധിയായിട്ടുള്ള മൃഗങ്ങൾ, പുള്ളിമാനുകൾ, അതുപോലെ തന്നെ ഈ ചെങ്കീരി, പിന്നെ ലെപ്പേഡ്, പിന്നെ നിരവധി ആനകൾ, അങ്ങനെ പലതരം മൃഗങ്ങളും പലതരം ചെടികളും ഒക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം പോകുമ്പോൾ അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സൈറ്റിങ് കണ്ടിരിക്കുന്നത് ആനകളാണ്. ഈ ആനകൾ എന്ന് പറഞ്ഞാൽ നല്ല കൊമ്പനാനകളെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആവാസത്തിൽ ചെന്നിട്ട്, അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ചെന്നിട്ട് നമ്മൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനോഹരമായൊരു കാഴ്ചയാണ് ഈ കൊമ്പനാനകൾ. പിടിയാനകളുണ്ട് ഇവിടെ. എണ്ണത്തിൽ കൊമ്പനാനകളാണ് കൂടുതൽ. പിടിയാനകളെക്കാൾ ഇവിടെ എണ്ണത്തിൽ നമുക്ക് കൊമ്പനാനകളാണ് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധിയായ ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആനകളുടെ ആണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. പെണ്ണാനകളെ കുറച്ച് കാണാനുണ്ട്. പെണ്ണാനകളെ ഇവിടുത്തെ ഈ ബന്ദിപ്പൂരിലെ ഒരു സവിശേഷതയാണ്. കാട്ടാനകളാണ്, പക്ഷേ ഇവറ്റകളൊക്കെ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ സഫാരിയൊക്കെ ആയിട്ട് കുറേ ഒരു ഇണങ്ങിച്ചേർന്ന ഒരു പരിസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് ഇവർ. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുറേ മാൻകൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാനുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഈ പുള്ളിമാനുകളാണ് കൂടുതൽ. പുള്ളിമാനുകൾ ധാരാളമായിട്ടുണ്ട് തോന്നുന്നുണ്ട്. പുള്ളിമാനുകളാണ് പലപ്പോഴും ഇവർ ഈ കടുവകളൊക്കെ ആഹരിക്കുന്നത്. ഒരു കൂട്ടം മാനുകളുണ്ടെങ്കിൽ അത് കൊമ്പുള്ള മാന്, ആൻറ്റിലോപ്പ്, അത് ഈ ആൻറ്റിലർ, അത് ഈ കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പെൺമാനുകളാണ്. പെൺമാനുകൾക്ക് കൊമ്പുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനിൻ്റെ കൂട്ടങ്ങളാണ്. മാനുകളൊക്കെ ഈ കടുവ ഇതൊക്കെ ഭക്ഷണമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണമാക്കിയിട്ടുള്ള കടുവകളുടെ ഈ ഭക്ഷണമാക്കിയിട്ടുള്ള മാനുകളുടെ കൊമ്പുകളൊക്കെയാണ് കാണുന്നത്. കൊമ്പുകളൊന്നും വനം അധികൃതർ എടുത്ത് മാറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ അത് മറ്റ് ജീവികൾക്ക്, ഈ ചെങ്കീരി പോലുള്ള ജീവികളൊക്കെ വന്ന് ഭക്ഷിക്കുമെന്നാണ് പറയുന്നത്. മാനുകൾ ധാരാളമായിട്ട് മാനുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബന്ദിപ്പൂരിൽ മൊത്തത്തിൽ 6 മണിക്കൂർ നമുക്ക് സഫാരി കിട്ടും. JLRൻ്റെ സഫാരി എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 3 മണിക്കൂറും, പിന്നെ വീണ്ടും അടുത്ത ദിവസം രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് 6 to 9 വരെയുള്ള ഒരു 3 മണിക്കൂറും കിട്ടും. പിന്നെ അവരുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേ ആണ്. ഏകദേശം ഒരു സ്റ്റാർട്ടിങ് 7000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് 2-3 നേരത്തെ ബുഫേ സ്റ്റൈലുള്ള ഭക്ഷണം. വെജിറ്റബിൾസാണ് കൂടുതൽ, പക്ഷേ അത്യാവശ്യം ചിക്കനും കാര്യങ്ങളും മുട്ടയും എല്ലാം ഉണ്ടാവും. നല്ല ഫ്രൂട്ട്സും സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് 3 നേരത്തേക്ക്. രാവിലെ ഒരു ബുഫേ, ഉച്ചയ്ക്ക് ഉള്ള ഒരു ബുഫേ, അതുപോലെ രാത്രിയുള്ള ബുഫേ, പിന്നെ അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത 6 മണിക്കൂർ ഇവർ നമ്മളെ ഈ യാത്രയ്ക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ബാക്കി സഫാരിയിലൊക്കെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് ബസ് സഫാരിയിൽ കിട്ടുക. മറ്റേ ജീപ്പ് സഫാരിയിലാകുമ്പോഴാണ് നമുക്കിതിന് കൂടുതൽ ടൈമിങ് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനികനാണ്. നമുക്ക് അടുത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബന്ദിപ്പൂർ വനമേഖലയിലൂടെയുള്ള യാത്രകളാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഫോറസ്റ്റിനകത്തുകൂടിയുള്ള യാത്രയിലാണ്. ഇപ്പോൾ അവരുടെ ഗവൺമെൻറ് തന്നെ JLR സഫാരിയിൽ. അത് ചെറിയ ജീപ്പാണ്. ജീപ്പിനകത്ത് കുറച്ച് 4 ആൾക്ക് മാത്രം കയറാവുന്ന, അതിനനുസരിച്ച് ചാർജും ഉള്ള ഒരു ജീപ്പാണ്. ബസ്സിലാകുമ്പോൾ നമുക്ക് ഇത്ര സൗകര്യം കിട്ടില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്തുള്ള സവിശേഷമായിട്ടുള്ള ഒരു തരം ഒരു ഈഗിളാണ്. ഈ ഈഗിളിനെ പറയുന്നത് ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ക്രസ്റ്റഡ് ഹോക്ക് ഈഗിൾ. അതിന് ക്രസ്റ്റൊക്കെ ഉണ്ട്.
ഒരു ഹോക്കിന്റെ സ്വഭാവമാണത്. അത് രാവിലെ തന്നെ ഒരു ഇര പിടിച്ചിരിക്കുകയാണ്, ഇരനെ കുത്തി കടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നത്. ഇത്തിരി ഏഹ്, ക്രൗര്യ സ്വഭാവമുള്ള ഒരു തരം പരുന്താണിത്. ഇത് ബന്ദിപ്പൂരിൽ കുറെ അധികം ഉണ്ട് ഇത്. പിന്നെ ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെ നമ്മൾ മങ്കീനെ കണ്ടു തുടങ്ങിയിട്ട്. മങ്കി എന്ന് പറഞ്ഞാൽ ഇത് ലങ്കൂർ മങ്കി എന്ന് പറഞ്ഞൊരു വിഭാഗം മങ്കികളാണ്. ഇത് ദക്ഷിണത്തിൽ തന്നെ പല കാടുകളിലും ധാരായിട്ടുണ്ട്. ഉത്തരേന്ത്യയിലുണ്ട്, ദക്ഷിണേന്ത്യയിൽ പല കാടുകളിലും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ അതിരപ്പള്ളി, അതുപോലെ തന്നെ ഇത് ജനങ്ങളോട് ഇത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു തരം കുരങ്ങുകളാണ്. കരിങ്കുരങ്ങുകളാണ് ജനങ്ങളിൽ നിന്ന് സാധാരണ അകന്ന് നിൽക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു കുടുംബമായിട്ട് അവരിങ്ങനെ കൂടിയിട്ടുണ്ട് രാവിലെ തന്നെ. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സെർപ്പന്റ് ഈഗിൾ എന്നാണ് പറഞ്ഞ ഒരു പരുന്താണ്. സെർപ്പന്റ് ഈഗിൾ എന്ന് പറയുന്നത് ഈ ഈ സർപ്പങ്ങളെയും അതുപോലെ മറ്റു ഉരകങ്ങളെയും ഇഴജന്തുക്കളൊക്കെ ഭക്ഷിക്കുന്ന ഒരു തരം പരുന്താണ്. അത് നന്നായിട്ട് പറക്കാൻ, വലിയ ഉയരത്തിൽ പറക്കാനും വളരെ ദൂരത്ത് നിന്ന് തന്നെ കാഴ്ചകളുള്ള ഒരു തരം പരുന്തുകളാണ്. ഈ പരുന്തുകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ട് പരുന്തുകളാണ് നമ്മളിവിടെ കാര്യമായിട്ട് കാണുന്നത്. പിന്നെ മറ്റ് പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ. ലാപ്പ് വിങ്, കിങ് ഫിഷർ, അങ്ങനെയൊക്കെയുള്ള പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മളുടെ അടുത്ത സൈറ്റിംഗ് കിട്ടിയെന്ന് പറയുന്നത് മൊങ്കൂസാണ്. മൊങ്കൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെങ്കീരിയാണ്, റെഡ് മംഗൂസാണ്. ഇത് റെഡ് മംഗൂസാണ് നമുക്ക് അടുത്തായിട്ടൂടെ കാണാൻ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അത്. രാവിലെ നമ്മളത് കാണില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ്, പക്ഷെ നമുക്ക് അവരെ കാണാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഒരു ഇനം എന്ന് പറയുന്നത് മയിലുകളാണ്. മയിലുകളും ഇവിടെ ധാരാളമായിട്ടുണ്ട്, കൂട്ടായിട്ട് നടക്കുന്നുണ്ട്. മയിലുകളുടെ പ്രജനനം കഴിഞ്ഞിട്ടുള്ള ഒരു കാലമാണ്, അതുകൊണ്ട് പീലി അങ്ങനെ ഇല്ല ഈ ടൈമിൽ. ഇപ്പോൾ ഇവർക്ക് അങ്ങനെ പീലിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള കാലമാണ്. ഇനി കുറച്ചുകൂടെയും കഴിയുമ്പോഴാണ് പീലികൾ ഉണ്ടായി തുടങ്ങുക. ഇപ്പം അവർക്ക് പീലികളില്ല. മയിലുകൾ മറ്റ് വനമേഖലകളിലൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ഇതാണ്. ആളുകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു തരം പക്ഷിയാണത്. ആളുകൾ ജനവാസമുള്ള സ്ഥലത്തൊക്കെ ധാരാളം ഈ പക്ഷികൾ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ പ്രത്യുൽപാദനമൊക്കെ ജനവാസ മേഖലയിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇത് വരൾച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലാപ്പ് വിങ് എന്ന് പറയുന്ന തരം പക്ഷിയാണത്. ഇത് കുറേയൊക്കെ ഉണ്ട് ഇവിടെ. വളരെ നീളം കൂടിയ കാലുകളോട് കൂടിയിട്ടുള്ള ഒരു തരം പക്ഷിയാണ്. മത്സ്യമാണ് ഇവറ്റകളുടെ പ്രധാന ഭക്ഷണം. പിന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുള്ളത് വൈൽഡ് ബോറാണ്, ഒരു തരം കാട്ടുപന്നി. കാട്ടുപന്നികളും ഇവിടെ ഉണ്ട്, പക്ഷെ ആക്രമണ സ്വഭാവമുള്ള പന്നികളാണ് ഇവർ. പെട്ടെന്ന് ആളുകളെ ഓടിച്ച് കാലിനൊക്കെ കുത്തിക്കളയാം കണ്ടു കഴിഞ്ഞാൽ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നാണ് റൂള്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മൃഗങ്ങളെ ആക്രമിക്കും. നല്ല ആക്രമണമുള്ള സാധ്യതയുണ്ട്. മൃഗങ്ങൾ വിചാരിക്കും. നമ്മളിപ്പോൾ ടൈഗറിന്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ടൈഗറാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടൈഗറിനെ നമുക്ക് ഒരുപാട് അടുത്ത് കിട്ടിയിട്ടില്ല. വളരെ ലോങ് ലെൻസ് വെച്ചിട്ട് 400 mm ഒക്കെ ലെൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതും ഗ്ലാസ്സിലൂടെ വണ്ടിയുടെ ജയിലാറിന്റെ തന്നെ ജീപ്പിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ക്ലാരിറ്റി വളരെ കുറവാണ് ഈ ഗ്ലാസ്സിലൂടെ വരുന്നതുകൊണ്ട്. പിന്നെ ഇത് ഈ റിവേഴ്സാണ് ഇതിന് കിട്ടുന്നത്. നമ്മുടെ വാഹനത്തിന്റെ മുന്നെയാണ്, ഈ സഫാരി വാഹനത്തിന് മുന്നിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സൈറ്റ് അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പറഞ്ഞാൽ വളരെ അപകടകാരികളായിട്ടുള്ള ഒരു തരം ജീവികളാണിത്. വൈൽഡ് ഡോഗ്, കാട്ടുനായ്ക്കൾ. കാട്ടുനായ്ക്കൾ കൂട്ടായിട്ട് 5-10 കൂട്ടാണ്. ഇത് കൂട്ടായിട്ടാണ് വരിക, കൂട്ടായിട്ടാണ് ഇര പിടിക്കുക. ഈ വലിയ ഗൗറുകൾ ഒക്കെ ഉണ്ടല്ലോ, ഈ കാട്ടുപോത്ത് പോലത്തെ വലിയ ഇനം, ഇതിനൊക്കെയാണ് ഇത് നന്നായിട്ട് വേട്ടയാടുന്നുണ്ട്. ഇപ്പോൾ ബന്ദിപ്പൂരാണെങ്കിലും കുറച്ച് മുന്നേ അവിടെ ഒരു ഫോട്ടോ ഒക്കെ പ്രദർശിപ്പിച്ച് വെച്ചിരുന്നില്ലേ, ജയലളിതാറിൻ്റെ നമ്മൾ കണ്ടിരുന്നു. എന്നുവെച്ചാൽ ഈ ഇവറ്റുകളായിട്ടുള്ള ബാറ്റിൽ, ഇവറ്റുകളെ ഈ എന്തെങ്കിലും ഒരു ചെറിയ കേടുപാടൊക്കെ ഉള്ള മൃഗങ്ങളാണെങ്കിൽ അതിനെ പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിച്ച് കൂട്ടായിട്ട് കടിച്ചു കൊല്ലുന്ന ഒരു സ്വഭാവമാണ് ഈ കാട്ടുനായ്ക്കളുള്ളത്. കാട്ടുനായ പറയുന്നത് നാട്ടുനായ, ഇപ്പം അതുപോലെ തന്നെ കുറുക്കൻ, ചെന്നായ, ഇതൊക്കെ ആയിട്ട് വളരെ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ വൈൽഡ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഒരേ കളറാണ്. ഇതിന് ഒറ്റ കളറിൽ ഒരു ചുവപ്പ്, ഇളം ചുവപ്പ്, ബ്രൗണിഷ്, യെല്ലോയിഷ് ചുവപ്പാണ്. ഈ ചുവപ്പിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ കുറുക്കൻ്റേത് പോലുള്ള ഒരു വാലാണ്, പക്ഷേ കുറുക്കൻ്റെ വാലിൻ്റെ നിറമല്ല, അതിന് കംപ്ലീറ്റ് വാലിന് കറുപ്പ് നിറമായിരിക്കും. വാലിന് കറുപ്പ് നിറം, മുഖത്തിൻ്റെ അവിടെ കുറച്ച് കറുപ്പ് നിറം, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു തരം ഒറ്റ കളറായിരിക്കും. എല്ലാ ഈ കാട്ടുനായ്ക്കളും ഒരു കളറായിരിക്കും. പക്ഷേ ഈ ആഫ്രിക്കൻ വൈൽഡ് ഡോഗും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ് ഒരു കുറെ പുള്ളിയുള്ള ഒരു ഇനങ്ങളാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും.